ഹായ് എവ്രി വൺ, വെൽക്കം ടു Krishtalkz. അപ്പം നമ്മൾ ഫോർത്ത് സെം എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റ് റെഗുലേഷൻസിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും 2 മാർക്ക് ഷോർട്ട് എസ് എല്ലാം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നോട്ട്സ് എല്ലാം തന്നെ എല്ലാ സബ്ജക്റ്റിൻ്റെയും നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലിലും അവൈലബിൾ ആണ്. ചാനലിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോർപ്പറേറ്റ് റെഗുലേഷൻസിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് 100-ന് മേലെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് 1-ൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് എക്സ്പ്ലനേഷനോട് കൂടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസിനൊക്കെ ഹെൽപ്ഫുൾ ആവും എൻ്റെ ഈ ഒരു എക്സ്പ്ലനേഷൻ. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു PDF-ൽ കൊടുത്തിരിക്കുന്ന ആൻസേഴ്സ് ആണ് അവർ ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ആ ആൻസേഴ്സ് തന്നെ പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റായിട്ടുള്ള ആൻസേഴ്സ് തന്നെ പഠിച്ചോളൂ. ഇതിലുള്ള അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആൻസർ തന്നെ പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു ഫോം എ പബ്ലിക് കമ്പനി? ഒരു പബ്ലിക് കമ്പനി തുടങ്ങാൻ വേണ്ട മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് എത്രയാണ്? പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 7 ആണ് കേട്ടോ. അടുത്തത്, വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു ഫോം പ്രൈവറ്റ് കമ്പനി? പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ അത് 2 ആണ് വരുന്നത്. അടുത്തത്, ഡാഷ് ഈസ് എ കോൺക്ലൂസീവ് എവിഡൻസ് ഇൻ കേസ് ഓഫ് കമ്പനി ദാറ്റ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് ഹാവ് കമ്പൈൽഡ് വിത്ത്. അതായത് ഒരു കമ്പനിക്ക് അതിൻ്റെ എല്ലാ ലീഗൽ റിക്വയർമെന്റ്സ്, അതാണ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്, എല്ലാ തരം പ്രവർത്തനങ്ങളും ലീഗൽ പ്രവർത്തനങ്ങളും തുടങ്ങാനുള്ള ഒരു എവിഡൻസ് ഏതാണ്? ആൻസർ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്നുള്ളതാണ് കേട്ടോ. അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇനി എല്ലാം തുടങ്ങാൻ ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങാനുള്ള ഒരു ലീഗൽ എവിഡൻസ് ആണ് ഈ പറയുന്ന ലീഗൽ പ്രൂഫ്, ഫൈനൽ ലീഗൽ പ്രൂഫ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഫൈനൽ ലീഗൽ പ്രൂഫ് ഞാനിവിടെ സൈഡിൽ എഴുതുന്നുണ്ട് കേട്ടോ. ഫൈനൽ ലീഗൽ പ്രൂഫാണ് ഈ പറയുന്ന നമ്മുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, പ്രൈവറ്റ് കമ്പനി ക്യാൻ സ്റ്റാർട്ട് ഇറ്റ്സ് ബിസിനസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഇഷ്യൂ ഓഫ് ഡാഷ്. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് എന്ത് കിട്ടിയാലാണ്, എന്ത് ഇഷ്യൂ ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ എല്ലാതരം ബിസിനസ്സുകളും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കേട്ടോ. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിയാലാണ് ഏതൊരു ബിസിനസ് നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കുന്നത്. ഇനി 5th ചോദ്യമാണ്, പബ്ലിക് കമ്പനി ഷുഡ് സ്റ്റാർട്ട് ബിസിനസ് ഓൺലി ആഫ്റ്റർ ഗെറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡാഷ്. ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ എന്ത് കിട്ടിയാലാണ് അതിന് പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക? കമൻസ്മെന്റ് ഓഫ് ദി ബിസിനസ്. കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടിയാലാണ് അവർക്ക് പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുക. 6ാമത്തെ ചോദ്യം, ദ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് ഈസ് ആൻഡ് ഡാഷ് ടു ദി ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്താണ്, ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ്. അത് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. സോ ദ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് ഈസ് ആൻഡ് ഡാഷ് എന്നാണ് പറയുന്നത്. അതായത് എക്സെപ്ഷൻ, ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസിനുള്ള ഒരു എക്സംഷൻ ആണ് അത്. സോ എക്സെപ്ഷൻ ആണ് ആൻസർ. 6th question. 7th question, doctrine of dash does not apply to acts void ab initio. void ab initioയിൽ doctrine of dash അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. doctrine of ultra virus നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു വോയിഡ് അപ്പ് ഇനീഷ്യോയുടെയും അൾട്രാ വൈറസിൻ്റെ മീനിങ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വോയിഡ് അപ്പ് ഇനീഷ്യോ നമ്മൾ ബിസിനസ് റെഗുലേഷൻസിൽ പഠിച്ചിട്ടുണ്ടാവും 3rd സെമ്മിൽ. ഒരു കാര്യം തുടക്കത്തിലേ തന്നെ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ, ഫ്രം ദ വെരി ബിഗിനിങ് എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫ്രം ദ വെരി ബിഗിനിങ്. അപ്പോൾ തുടക്കത്തിലേ തന്നെ അതെന്താവുകയാണെങ്കിൽ ക്യാൻസൽ ആവുകയാണ്, വോയിഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതാണ് വോയിഡ് അപ്പ് ഇനീഷ്യോ. അത് എന്തിൻ്റെ കേസിൽ പ്രാക്ടിക്കൽ അല്ല, അൾട്രാ വൈറസിൻ്റെ കേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ വൈറസിൻ്റെ മീനിങ് ബിയോണ്ട് ദി പവേഴ്സ് എന്നുള്ളതാണ് കേട്ടോ. ബിയോണ്ട് ദി പവർ. അതായത് നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിലൊക്കെ പറഞ്ഞിരിക്കുന്നതിനും അപ്പുറത്തേക്ക് നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വോയിഡ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് ഡസ് നോട്ട് അപ്ലൈ ടു ആക്ട്സ് വോയിഡ് അപ്പ് ഇനീഷ്യോ എന്നുള്ളതാണ്. 8ാമത്തെ ചോദ്യം, എ കമ്പനി ക്യാൻ ചേഞ്ച് ഇറ്റ്സ് നെയിം ആൻഡ് ഇറ്റ്സ് ഓൺ ഡിസ്ക്രിപ്ഷൻ ബൈ പാസിംഗ് ഡാഷ്. ഒരു കമ്പനിക്ക് തൻ്റെ പേരും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് പറ്റുന്നത് സ്പെഷ്യൽ റെസൊല്യൂഷനിലൂടെയാണ്. സ്പെഷ്യൽ റെസൊല്യൂഷനിലൂടെയാണ് മാറ്റാൻ സാധിക്കുന്നത്.
ഇനി 9ാമത്തെ ചോദ്യം, എനി ചേഞ്ച് ഇൻ ദ അഡ്രസ് ഓഫ് ദ രജിസ്റ്റേർഡ് ഓഫീസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ രജിസ്ട്രാർ വിത്ത് ഇൻ 15 days. നമ്മുടെ കമ്പനിയുടെ എന്താ പറയുക പേരിലും അഡ്രസ്സിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് രജിസ്ട്രാറിനെ 15 ദിവസത്തിനുള്ളിൽ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി 10ാമത്തത്, ഇഫ് എ ന്യൂ കമ്പനി ഗെറ്റ് രജിസ്റ്റേർഡ് വിത്ത് എ നെയിം വിച്ച് റിസംബിൾസ് ദ നെയിം ഓഫ് എക്സിസ്റ്റിംഗ് കമ്പനി ദെൻ ഇറ്റ് ഷുഡ് അപ്ലൈ ടു ഹും. അതായത് നമ്മളൊരു കമ്പനി തുടങ്ങുകയാണ്, അത് ഓൾറെഡി ഇപ്പം എനിക്ക് KFC എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങാൻ പറ്റൂ? ഇല്ല, അത് ഓൾറെഡി എക്സിസ്റ്റഡ് ആണ്. അപ്പം അങ്ങനെ ഒരു എക്സിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയുടെ പേരിൽ നമ്മൾ തുടങ്ങുവാണെങ്കിൽ അതിൻ്റെ കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ ആരുടെ അടുത്തേക്കാണ് പോവാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ROC. അടുത്തത്, കമ്പനീസ് ആർ നൗ അലോട്ടഡ് എ ഡാഷ് ഇൻ അഡീഷൻ ടു ദെയർ നെയിം. ഇപ്പോൾ കമ്പനീസിന് അവരുടെ പേരിൻ്റെ കൂടെ അല്ലെങ്കിൽ പേരിന് പകരമായിട്ട് ഒരു കാര്യം കൂടി അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആൻസർ വരുന്നത് സിൻ ആണ്, CIN. CIN എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ എന്നാണ് അതിൻ്റെ പേര്. കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ. അതായത് എല്ലാ കമ്പനീസിനും ഒരു ഐഡൻറ്റിറ്റി നമ്പർ പോലെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആധാർ കാർഡ് പാൻ കാർഡ് നമ്പറൊക്കെ ഉള്ളതുപോലെ അങ്ങനെ ഒരു കമ്പനീസിന് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ. അടുത്തത്, ഇൻ ഹൗ മെനി ഡേയ്സ് ഡിഡ് ദ കമ്പനി ഹാവ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇൻകോർപ്പറേഷൻ സ്റ്റേജ് കഴിഞ്ഞു, ആ ഇൻകോർപ്പറേഷൻ സ്റ്റേജ് കഴിഞ്ഞ് എത്ര ദിവസത്തിനുള്ളിലാണ് ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ഓരോ കമ്പനിക്കും ഉണ്ടായിരിക്കേണ്ടത്? ആൻസർ വരുന്നത് 30. അതായത് 1 മാസത്തിനുള്ളിൽ തന്നെ രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടായിരിക്കണം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ഷൻ ഓഫ് കമ്പനീസ് ആക്ട് 2013 ഡിഫൈൻ ദ ഡെഫിനിഷൻ ഓഫ് ഷെയർ? ഷെയറിന്റെ ഡെഫിനിഷൻ പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സെക്ഷൻ 2 സബ്സെഷൻ 84 ഷെയറിന്റെ ഡെഫിനിഷൻ പറയുന്നത്. 14ാമത്തെ ചോദ്യം, സെക്ഷൻ 43 പ്രൊവൈഡ്സ് ഫോർ. സെക്ഷൻ 43 എന്താണ് പറയുന്നത്? ആൻസർ ബി ആണ്, കൈൻഡ്സ് ഓഫ് ഷെയർസ്. കൈൻഡ്സ് ഓഫ് ഷെയർസിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 43. 15ാമത്തെ ചോദ്യം, ദ കമ്പനീസ് ആക്ട് 2013 ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു ഡാഷ് ചാപ്റ്റേഴ്സ് ആൻഡ് ഡാഷ് സെക്ഷൻസ്. മൊത്തം നമ്മുടെ കമ്പനീസ് ആക്ടിലെ എത്ര ചാപ്റ്റേഴ്സും എത്ര സെക്ഷൻസും ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഡി ആണ്, ഓപ്ഷൻ ഡി. 29 ചാപ്റ്റേഴ്സും പിന്നെ 270 സെക്ഷൻസും. 16ാമത്തെ ചോദ്യം, ദ കമ്പനീസ് ആക്ട് 2013 ഹാസ് ഡാഷ് ഷെഡ്യൂൾസ്. എത്ര ഷെഡ്യൂൾസ് ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. 7 ഷെഡ്യൂൾസ് ആണുള്ളത് കേട്ടോ. 29 ചാപ്റ്റേഴ്സ്, 470 സെക്ഷൻസ്, 7 ഷെഡ്യൂൾസ്. അടുത്തത്, ദ കമ്പനീസ് ആക്ട് 2013 വാസ് എനാക്റ്റഡ് ഓൺ. ഏത് മാസം ഏത് ഡേറ്റിലാണ് ഇത് വന്നിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി, 29th August 2013 ആണ് കേട്ടോ. ഫുൾ അതിൻ്റെ ഡേറ്റ് വരുന്നത് 29th August 2013. ഇനി അടുത്തത് 18ാമത്തെ ചോദ്യം, ഇഫ് എനിബഡി വാണ്ട്സ് ടു ഫയൽ എ കേസ് എഗെയിൻസ്റ്റ് ദ കമ്പനി ദേ ഷുഡ് ഫയൽ അറ്റ് വാട്ട് പ്ലേസ്? അതായത് ഇപ്പം നമുക്ക് ആർക്കെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്യണം, കമ്പനിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എവിടെയാണ് നമ്മൾ ഫയൽ ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, രജിസ്റ്റേർഡ് ഓഫീസിൽ കേട്ടോ. അടുത്തത്, അഡ്രസ് ഓഫ് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ. അഡ്രസ്സ് എവിടെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക? നമ്മുടെ ഓഫീസിൻ്റെ അഡ്രസ്സ് ഏതിലാണ് കൊടുത്തിട്ടുണ്ടാവുക? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലാണ് കമ്പനിയുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവുക. എ കമ്പനി ക്യാൻ ചേഞ്ച് ഇറ്റ്സ് നെയിം ബൈ പാസിംഗ്. ആ കമ്പനിക്ക് പേര് എന്തിൽ കൊടുത്തിട്ട് പാസ് ചെയ്യാം? സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, നേരത്തെ നമ്മൾ ഇതേ സെയിം ക്വസ്റ്റ്യൻ പറഞ്ഞു. 21ാമത്തെ ചോദ്യം, അൾട്രാ വൈറസ് മീൻസ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ബിയോണ്ട് ദി പവർ. അൾട്ര എന്ന് വെച്ചാൽ ബിയോണ്ട്, വൈറസ് മീൻസ് പവർ. വൈറസിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ, VIRES ആണ്. അടുത്തത്, വാട്ട് ഈസ് നോൺ ആസ് ദി ചാർട്ടർ ഓഫ് എ കമ്പനി? കമ്പനിയുടെ ചാർട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? 22ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ എ, മെമ്മോറാണ്ടത്തെയാണ് ചാർട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 23ാമത്തെ ചോദ്യം, ദ ക്യാപിറ്റൽ ക്ലോസ് ഓഫ് എ കമ്പനി ക്യാൻ ബി ചേഞ്ച്ഡ് വിത്ത് ദ പെർമിഷൻ ഓഫ്. കമ്പനിയുടെ ക്യാപിറ്റൽ ക്ലോസ്, അതായത് ക്യാപിറ്റലിനെ കുറിച്ച് പറയുന്ന ക്ലോസ് ആണ് ക്യാപിറ്റൽ ക്ലോസ്. അപ്പോൾ ആ ഒരു ക്യാപിറ്റൽ ക്ലോസിൻ്റെ എന്താ പറയുക ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ആരുടെ പെർമിഷനോട് കൂടിയിട്ടാണ് നമുക്ക് നടത്താനായിട്ട് സാധിക്കുക? രജിസ്ട്രാറിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് കേട്ടോ. എന്തിനും ഏതിനും രജിസ്ട്രാർ ആണ്. അടുത്തത്, ദ പ്രിൻസിപ്പിൾ ദാറ്റ് സോ ഫാർ ആസ് ദി കമ്പനീസ് ഇന്റേണൽ വർക്കിംഗ് ഈസ് കൺസേൺ സ്ട്രേഞ്ചേഴ്സ് ഡീലിംഗ് വിത്ത് ദ കമ്പനി ആർ എൻടൈറ്റിൽഡ് ടു അസ്യൂം ദാറ്റ് എവറിഥിങ് ഹാസ് ബീൻ റെഗുലർലി ഡൺ ഹാസ് ബീൻ ലെയ്ഡ് ഡൗൺ ഇൻ ദ. ആൻസർ, ഡോക്ട്രിൻ ഓഫ് ഇൻഡോ മാനേജ്മെന്റ്.
അതായത് ഇപ്പം നമ്മുടെ കമ്പനി പ്രവർത്തിക്കുകയാണ്, നമ്മുടെ കമ്പനി റൺ ചെയ്യുവാണ്, പുറത്തുനിന്നൊരു സ്ട്രേഞ്ചർ വന്നു. പുറത്തുനിന്നൊരു സ്ട്രേഞ്ചർ വരുമ്പോൾ ഈ കമ്പനി നന്നായിട്ട് പ്രവർത്തിക്കുകയാണല്ലോ എന്ന് അസ്യൂം ചെയ്യുന്നതിനെയാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോ മാനേജ്മെന്റ് എന്ന് പറയുക. അതായത് ഇപ്പോൾ നമ്മളൊരു ഡയറി മിൽക്കിൻ്റെ ഒരു ഷോറൂമിൽ പോയി, ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയിലോട്ട് നമ്മൾ പോയി ഡയറി മിൽക്കിൻ്റെ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഡയറി മിൽക്ക് നല്ലതാണ്, നമ്മളെല്ലാവരും കഴിക്കാറുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ അവരുടെ പ്രൊഡക്ഷൻ ഇതിലേക്കൊക്കെ നമ്മൾ ടൂറൊക്കെ പോവില്ല, ട്രിപ്പൊക്കെ പോവില്ല സ്കൂളിൽ നിന്നൊക്കെ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താ, നിങ്ങളുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്താ, നിങ്ങളുടെ ബാലൻസ് ഷീറ്റും സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഒക്കെ നോക്കട്ടെ, നിങ്ങൾ നല്ല രീതിക്ക് തന്നെയാണോ പ്രവർത്തിക്കുന്നതെന്ന് നോക്കട്ടെ എന്ന് നമ്മൾ പറയില്ലല്ലോ. കാരണം നമ്മൾ അസ്യൂം ചെയ്യും ഇത് നല്ലൊരു കമ്പനിയാണ്, നല്ല ഇമേജുള്ള ഒരു കമ്പനിയാണ്, സോ ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും റൺ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു. ഇതിനെ പറയുന്ന പേരാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. ഓക്കെ, അടുത്തത് ഡാഷ് കൺസീവ്സ് ദ ഐഡിയ ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസിന്റെ ഐഡിയ കൊണ്ടുവരുന്നത് ആരാണ്? പ്രൊമോട്ടറാണ് ഒരു ഐഡിയ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ക്രിസ്റ്റോക്സ് എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവന്നത് ഞാനാണ്, അപ്പം എന്നെ വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടർ. അടുത്തത് ഡാഷ് സ്റ്റാൻഡ്സ് ഇൻ ദ ഫിഡ്യൂഷ്യറി പൊസിഷൻ ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ ഫിഡ്യൂഷ്യറി പൊസിഷനിൽ, മെയിൻ ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്നത് ആരാണ്? പ്രൊമോട്ടറാണ്. അടുത്തത് 27ാമത്തെ What are the contracts entered into by promoters on behalf of the Prospectus company? Prospectus companyക്ക് പകരം പ്രൊമോട്ടേഴ്സിന് എൻ്റർ ചെയ്യാൻ പറ്റുന്ന കോൺട്രാക്ട്സുകളെ വിളിക്കുന്ന പേരെന്താണ്? പ്രിലിമിനറി കോൺട്രാക്ട്സ്. ഓക്കെ, അതായത് ഏറ്റവും തുടക്കത്തിലെ കോൺട്രാക്ട്സ് ആണിത്. പ്രൊമോട്ടർ എൻ്റർ ചെയ്യുന്ന കോൺട്രാക്ട്സ് ആണ് പ്രിലിമിനറി കോൺട്രാക്ട്സ് കേട്ടോ. അടുത്തത് കോൺട്രാക്ട്സ് മെയ്ഡ് ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ ബട്ട് ബിഫോർ ദ ഗ്രാൻഡ് ഓഫ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ്. അപ്പം നമുക്ക് 3 സ്റ്റേജസ് ആണ് ഒരു കമ്പനിയുടെ തുടക്കത്തിലുള്ളത് കേട്ടോ. ഫോർമേഷൻ ഓഫ് ദ കമ്പനിയിൽ ഫസ്റ്റ് പ്രൊമോഷൻ സ്റ്റേജ് ആണ്, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻകോർപ്പറേഷൻ സ്റ്റേജ്, തേർഡ് സ്റ്റേജ് കമൻസ്മെന്റ് സ്റ്റേജ്. ഇങ്ങനെ 3 സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നത് കോൺട്രാക്ട്സ് മെയ്ഡ് ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ, ഇൻകോർപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്നാൽ കമൻസ്മെന്റിന് മുന്നേ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ നടത്തുന്ന കോൺട്രാക്റ്റിനെ വിളിക്കുന്ന പേരെന്താണ്? പ്രൊവിഷണൽ കോൺട്രാക്ട്സ്. ഓക്കെ, ഓപ്ഷൻ എ പ്രൊവിഷണൽ കോൺട്രാക്റ്റ് ആണ്. 29ാമത്തെ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് ഇസ് ഓൾസോ നോൺ ആസ്. അതായത് ഇൻകോർപ്പറേഷൻ സ്റ്റേജിന് മുന്നേ ഉള്ള കോൺട്രാക്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, പ്രിലിമിനറി. അതായത് ഇൻകോർപ്പറേഷന് മുന്നെന്ന് പറഞ്ഞാൽ തുടക്ക സമയത്തെ, അത് പ്രിലിമിനറി ആണ് കേട്ടോ. അടുത്തത് 30ാമത്തെ എ പ്രൊമോട്ടർ ഈസ് എ പേഴ്സൺ ഹൂ. പ്രൊമോട്ടർ എന്ന് പറയുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ടേക്ക് പാർട്ട് ഇൻ ദ കമ്പനീസ് ഇൻകോർപ്പറേഷൻ. ആ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന ഒരാളാണ്. 31ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് റിക്വയർഡ് ടു ഇഷ്യൂ പ്രോസ്പെക്ടസ്. ഇതിൽ ആർക്കാണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ടാത്തത്? അവർക്ക് ചെയ്യേണ്ടാന്ന് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനിക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് 32ാമത്തെ ചോദ്യം ഡാഷ് ആർ ദ പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ഇൻസ്റ്റെഡ് ഓഫ് ഫുൾ പ്രോസ്പെക്ടസ്. ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസ്പെക്ടസിന് പകരമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന പ്രോസ്പെക്ടസ് ആണ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത എക്സാമിനെ അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം ദാറ്റ് ഈസ് എ പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ഇൻസ്റ്റെഡ് ഓഫ് ഫുൾ പ്രോസ്പെക്ടസ്. 33ാമത്തെ ചോദ്യം ഡാഷ് ആർ ദി പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ ദ ഇഷ്യൂയിങ് ഹൗസ്. ഇഷ്യൂയിങ് ഹൗസ് ആരാന്ന് നിങ്ങൾക്കറിയോ? ഇതൊരു ഇന്റർമീഡിയറി ആണ്, അതായത് ഒരു ഇടനിലക്കാരൻ എന്ന് പറയാം നമുക്ക്. ഇടനിലക്കാരൻ. അങ്ങനെ ഒരു ഇടനിലക്കാരനെ വെച്ചുകൊണ്ട് പ്രോസ്പെക്ടസ് നമ്മൾ ഇഷ്യൂ ചെയ്യും. അപ്പോൾ അത്തരം പ്രോസ്പെക്ടസിനെ വിളിക്കുന്ന പേരെന്താണ്? ഡീംഡ് പ്രോസ്പെക്ടസ്. ഒരു ഇഷ്യൂ ഹൗസ് എന്നുള്ള ഒരു ഇടനിലക്കാരനെ വെച്ചുകൊണ്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന പ്രോസ്പെക്ടസ് ആണ് ഡീംഡ് പ്രോസ്പെക്ടസ്. അടുത്തത് ഡാഷ് പ്രോസ്പെക്ടസ് വെർ ഇഷ്യൂഡ് ഇൻ കേസ് സെക്യൂരിറ്റീസ് വെർ ഇഷ്യൂഡ് ഇൻ സ്റ്റേജസ്. പല സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യണേ എന്നുണ്ടെങ്കിൽ അത്തരം പ്രോസ്പെക്ടസിനെ വിളിക്കുന്ന പേരാണ് ഷെൽഫ് പ്രോസ്പെക്ടസ്. അപ്പം അതിനൊരു സിമ്പിൾ എക്സ്പ്ലനേഷൻ ഞാൻ പറയട്ടെ. ഇത്തരം ഷെൽഫ് പ്രോസ്പെക്ടസ് ഒരൊറ്റൊരു തവണയാണ് ഇഷ്യൂ ചെയ്യുള്ളൂ. അതിനുശേഷം പിന്നെ അവർ ഓരോ ഘട്ടത്തിൽ ഓരോ തവണകളായിട്ട് ഇഷ്യൂ ചെയ്യില്ല. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ആധാർ കാർഡ് ഉണ്ട്. നമുക്ക് 10ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി ആധാർ കാർഡ് കൊടുക്കേണ്ടി വന്നു. അപ്പം നമ്മൾ ആ സെയിം ആധാർ കാർഡാണ് കൊടുത്തത്. വേറെ ആ സമയത്ത് പോയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്തില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് അക്ഷയയിൽ കൊടുക്കണം എന്ന് പറഞ്ഞു ആധാറിൻ്റെ കോപ്പി. അപ്പോൾ ആ സെയിം ആധാറിൻ്റെ കോപ്പി എടുത്തല്ലേ നമ്മൾ കൊടുത്തത്, അത് അതിന് വേണ്ടി വേറെ പോയി നമ്മൾ അപ്ലൈ ചെയ്തോ? ഇല്ല. അപ്പോൾ ഒരൊറ്റൊരു ആധാർ കാർഡ് തന്നെയാണ് നമ്മൾ പല സമയത്തായിട്ട് അതിൻ്റെ കോപ്പികൾ എടുത്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. അതേപോലെയാണ് ഷെൽഫ് പ്രോസ്പെക്ടസും. നമ്മൾ
സെയിം പ്രോസ്പെക്ടസ് ഓരോ ഘട്ടത്തിൽ ഓരോ സ്റ്റേജിലും നമ്മൾ അത് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി 35ാമത്തത് ഡാഷ് ആർ റിക്വയർഡ് ടു ഫയൽ പ്രയർ ടു മേക്കിംഗ് സെക്കൻഡ് ആൻഡ് സബ്സിക്വന്റ് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ഇൻ കേസ് ഷെൽഫ് പ്രോസ്പെക്ടസ് ആർ, അതായത് ഷെൽഫ് പ്രോസ്പെക്ടസ് ഓൾറെഡി നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കൊരു എന്താ പറയുക സെക്കൻഡ് ഓർ സബ്സിക്വൻറ്റ് സെക്യൂരിറ്റീസ്, കൂടുതലായിട്ട് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമ്മൾ എന്ത് ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം? ഇൻഫോർമേഷൻ മെമ്മോറാണ്ടം തീർച്ചയായിട്ടും ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇൻഫോർമേഷൻ മെമ്മോറാണ്ടം ആർ റിക്വയർഡ് ടു ഫയൽ പ്രിയർ ടു മേക്കിംഗ് സെക്കൻഡ് ആൻഡ് സബ്സിക്വൻറ്റ് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്. നമ്മൾ രണ്ടാമതോ അതിന് കൂടുതലായിട്ടോ സെക്യൂരിറ്റീസ് നമുക്ക് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇൻഫോർമേഷൻ മെമ്മോറാണ്ടം നിർബന്ധമായിട്ടും വേണം. ഓക്കെ, 35ാമത്തെ ആൻസർ ഇൻഫോർമേഷൻ മെമ്മോറാണ്ടം ഓപ്ഷൻ എ ആണ് കേട്ടോ. അടുത്തത് ഇൻഫോർമേഷൻ മെമ്മോറാണ്ടം പ്ലസ് ഷെൽഫ് പ്രോസ്പെക്ടസ് ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട്. ഇത് രണ്ടും കൂടി ചേർന്നതാണ് നമ്മുടെ പ്രോസ്പെക്ടസ്. ഇൻഫോർമേഷൻ മെമ്മോറാണ്ടവും ഷെൽഫ് പ്രോസ്പെക്ടസും ചേർന്നതാണ് റിയൽ പ്രോസ്പെക്ടസ് എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത് വാലിഡിറ്റി പീരീഡ് ഓഫ് ഇൻഫോർമേഷൻ മെമ്മോറാണ്ടം. ഒരു ഇൻഫോർമേഷൻ മെമ്മോറാണ്ടത്തിൻ്റെ വാലിഡിറ്റി പീരീഡ് 1 year ആണ്. 38ാമത്തെ ചോദ്യം ഡാഷ് പ്രോസ്പെക്ടസ് വെർ ഇഷ്യൂഡ് ഓൺ ഓർഡർ ടു ടെസ്റ്റ് ദ മാർക്കറ്റ് ബിഫോർ ഫൈനലൈസിങ് ഇഷ്യൂ സൈസ് ഓർ പ്രൈസ്. അതായത് ഈ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക മാർക്കറ്റിൽ നമ്മുടെ ഇഷ്യൂ സൈസും പ്രൈസൊക്കെ ഫൈനലൈസ് ചെയ്യുന്ന മുന്നായിട്ടാണ് ഈ പ്രോസ്പെക്ടസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അത്തരം പ്രോസ്പെക്ടസിനെ വിളിക്കുന്ന പേരാണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് കേട്ടോ. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. അടുത്തത് എ കമ്പനി മസ്റ്റ് ഇൻഫോം ദ രജിസ്ട്രാർ അബൌട്ട് ദ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് വിത്തിൻ. അതായത് ഒരു കമ്പനി രജിസ്ട്രാറിനെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിൻ്റെ നമ്മൾ എന്താ പറയുക റെഡീം ചെയ്ത് വാങ്ങാമെന്ന് പറയില്ല, പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യുക. അപ്പോൾ അത് എത്ര ദിവസത്തിനുള്ളിൽ രജിസ്ട്രാറിനെ ആ കാര്യം അറിയിച്ചിട്ടുണ്ടായിരിക്കണം? ഓപ്ഷൻ സി 30 ദിവസത്തിനുള്ളിൽ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. 40ാമത്തെ ചോദ്യം വിച്ച് ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ടൈപ്പ് ഓഫ് മീറ്റിംഗ് ആസ് പെർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു മീറ്റിംഗ് അല്ലാത്തത് ഏതാണ്? റെഗുലേറ്ററി മീറ്റിംഗ്, അങ്ങനെ ഒരു മീറ്റിംഗ് നമുക്ക് പഠിക്കാനില്ല. എക്സ്ട്രാordinary ജനറൽ മീറ്റിംഗ് ഉണ്ട്, EGM എന്നാണ് അത് അറിയപ്പെടുന്നത്. ആനുവൽ ജനറൽ മീറ്റിംഗ് ഉണ്ട്, ദെൻ ക്ലാസ് മീറ്റിംഗ്. 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീറ്റിംഗാണ് വരുന്നത്. അതിൽ എന്താ പറയുക എക്സ്ട്രാordinaryയിൽ കൃത്യമായിട്ട് പഠിക്കുക. ആനുവൽ ജനറൽ മീറ്റിംഗും നമുക്ക് ഒരുപാട് ടൈപ്സ് ഒക്കെ വരുന്നുണ്ട്. ഡയറക്ടേഴ്സ് മീറ്റിംഗ്, ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ്, ക്രെഡിറ്റേഴ്സ് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ക്ലാസ് മീറ്റിംഗ് ആകെ 2 എണ്ണേ ഉള്ളൂ. അതായത് നമ്മുടെ ഇക്വിറ്റിയുടെ ഒരു മീറ്റിംഗ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങുമാണ് അതിൽ വരുന്നത്. അടുത്ത ചോദ്യം എ കമ്പനി ക്യാൻ ക്രിയേറ്റ് റിസർവ് ക്യാപിറ്റൽ ബൈ പാസിംഗ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് അവർക്ക് റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. 42ാമത്തെ ചോദ്യം ദ ക്യാപിറ്റൽ വിച്ച് ഇസ് പാർട്ട് ഓഫ് ദി അൺകോൾഡ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി വിച്ച് ക്യാൻ ബി കോൾഡ് അപ്പ് ഓൺലി ഇൻ ദി ഇവന്റ് ഓഫ് വൈൻഡിങ് അപ്പ് ഇറ്റ് ഈസ് കോൾഡ് ഡാഷ്. അതായത് നമ്മൾ കോളപ്പ് ചെയ്ത ക്യാപിറ്റൽ ഉണ്ടായിരിക്കും, അൺകോൾഡ് ക്യാപിറ്റൽ ഉണ്ടാവും. ഈ അൺകോൾഡ് ക്യാപിറ്റൽ നമുക്ക് വിളിച്ചെടുക്കാൻ പറ്റും. ആ വിളിച്ചെടുക്കുന്ന സാഹചര്യമാണ് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത്. അങ്ങനെ വിളിച്ചെടുക്കുന്ന ക്യാപിറ്റലിന് പറയുന്ന പേര് റിസർവ് ക്യാപിറ്റൽ എന്നാണ് കേട്ടോ. വൈൻഡപ്പിൻ്റെ സമയത്ത് കോളപ്പ് ചെയ്തെടുക്കുന്ന ക്യാപിറ്റൽ ഏതാണ്? റിസർവ് ക്യാപിറ്റൽ. 43ാമത്തെ ചോദ്യം അക്കോർഡിംഗ് ടു പ്രൊവിഷൻ ഓഫ് കമ്പനീസ് ആക്ട് 2013 ആൻ ഇൻഡിവിജ്വൽ ഓഡിറ്റർ കെൻ നോട്ട് ബി അപ്പോയിന്റഡ് ഫോർ മോർ ദാൻ ഡാഷ് കോൺസിക്യൂട്ടീവ് ഇയേഴ്സ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 5 വർഷത്തിൽ കൂടുതൽ ഒരു ഇൻഡിവിജ്വൽ ഓഡിറ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. 5 വർഷത്തിൽ കൂടുതൽ ആൾക്ക് ഇൻഡിവിജ്വൽ ഓഡിറ്ററായിട്ട് തുടരാനായിട്ട് സാധിക്കില്ല. 44ാമത്തെ ചോദ്യം ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് മസ്റ്റ് ബി ഇഷ്യൂഡ് ഫോർ ഇഷ്യൂ ഓഫ് ഓപ്ഷൻ എ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ. അതായത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞൊരു റിസർവ് ഉണ്ട്. അത് നമുക്ക് എന്ത് ഇഷ്യൂ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് നമ്മൾ ഉപയോഗിക്കുന്നത്. 45ാമത്തെ ചോദ്യം പാർട്ട് ഓഫ് ദ ഇഷ്യൂഡ് ക്യാപിറ്റൽ ടേക്കൺ ബൈ പബ്ലിക്. ഇഷ്യൂഡ് ക്യാപിറ്റൽ പബ്ലിക് എടുക്കുകയാണെങ്കിൽ ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം അതിനെന്തെന്നാണ് വിളിക്കുക? ഓപ്ഷൻ എ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുക. ഇഷ്യൂഡ് ക്യാപിറ്റൽ കഴിഞ്ഞാൽ പിന്നെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. അടുത്തത് പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ഓഫേർഡ് ബൈ ദ കമ്പനി ഫോർ സബ്സ്ക്രിപ്ഷൻ. ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം നമ്മുടെ കമ്പനി സബ്സ്ക്രിപ്ഷന് വേണ്ടി വെച്ചേക്കുവാണ്. അതിനെ വിളിക്കുന്ന പേരെന്താ? ഇഷ്യൂഡ്.
അത് കറക്റ്റ് ഓർഡറിൽ ഞാൻ ആ 3ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഇഷ്യൂ ഓഫ് ഷെയർസ്, ഷെയർ ക്യാപിറ്റലിൻ്റെ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കൃത്യമായിട്ടത് പഠിക്കുക കേട്ടോ. 47ാമത്തെ ചോദ്യം, സ്റ്റാമ്പ് ഡ്യൂട്ടി ഓൺ രജിസ്ട്രേഷൻ ഓഫ് ദ കമ്പനി ഈസ് പേയബിൾ ബേസ്ഡ് ഓൺ ഡാഷ് ക്യാപിറ്റൽ. സ്റ്റാമ്പ് ഡ്യൂട്ടി ഓൺ രജിസ്ട്രേഷൻ കമ്പനി അടയ്ക്കുന്നത് എന്ത് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓപ്ഷൻ ബി ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അടുത്തത്, ഡിഫേർഡ് ഷെയർസ് ആർ ഓൾസോ നോൺ ആസ്. ഡിഫേർഡ് ഷെയർസിൻ്റെ മറ്റൊരു പേര് ഫൗണ്ടർ എന്നുള്ളതാണ്. ഫൗണ്ടർ ഷെയർസ് എന്നാണ് കേട്ടോ. 49ാമത്തെ ചോദ്യം, ഡാഷ് പ്രിഫറൻസ് ഷെയർസ് ക്യാരി ദ റൈറ്റ് ടു ക്യുമുലേറ്റ് ദ ഡിവിഡൻസ്. ഡിവിഡൻസ് ക്യുമുലേറ്റ് ചെയ്ത് കിട്ടുക, അതായത് ഈ വർഷം കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം ഈ വർഷത്തെയും കൂടി കൂട്ടി കിട്ടും നമുക്ക്. അങ്ങനെ ഡിവിഡൻസ് കിട്ടുന്ന പ്രിഫറൻസ് ഷെയർസിനെ വിളിക്കുന്ന പേരെന്താണ്? ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ആ പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ. ലാസ്റ്റ് ചോദ്യം കേട്ടോ, ഈ വീഡിയോയിലെ ലാസ്റ്റ് ചോദ്യം, പ്രീമിയം എമൗണ്ട് ഓൺ ദി സെക്യൂരിറ്റീസ് ആർ ട്രാൻസ്ഫേർഡ് ടു ഡാഷ് അക്കൗണ്ട്. പ്രീമിയം എമൗണ്ട് ഓഫ് സെക്യൂരിറ്റി ഓൺ ദി സെക്യൂരിറ്റീസ് ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന 50 ചോദ്യങ്ങൾ ഇതാണ്. കാരണം എക്സ്പ്ലനേഷൻ നമ്മൾ കുറച്ച് കൊടുത്ത് പറയുന്നതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആണ് വീഡിയോ. സോ 100 ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് ലെങ്തി ആവും. അപ്പോൾ നമ്മൾ അടുത്ത പാർട്ടിൽ ബാക്കി ഭാഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.